ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സോയ പോളയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇറച്ചി വെച്ചിട്ടൊക്കെ ഇതുപോലെ തയ്യാറാക്കാറുണ്ട്, ഇറച്ചി പോളൊക്കെ തയ്യാറാക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റായ ഒരു വിഭവം തന്നെയാണ് ഈ സോയ പോള. അപ്പോൾ നമുക്ക് വേഗം പോയി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സോയ പോളയുടെ റെസിപ്പി നോക്കാം. ആദ്യം ഞാൻ ഇതിനു വേണ്ടി കുറച്ച് വൈറ്റ് സോസാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ചൂടായ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ മൈദയുടെ പച്ചമണം ഒക്കെ ഒന്ന് വിട്ട് വന്നാൽ അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി കുറുകി വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വന്നാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്കത് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇടാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൽ കുറച്ച് മസാലപ്പൊടികളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ ഒരു കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അവയുടെ പച്ചമണമെല്ലാം മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് സോയ ചങ്ക് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് 2 പിടി സോയ ചങ്ക് എടുത്ത് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ ചുടുവെള്ളത്തിലിട്ട് 20 മിനിറ്റ് ഇട്ട് വെച്ച് 2-3 തവണ പച്ചവെള്ളത്തിലും കൂടെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്ത് വെറും ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത സോയ ചങ്കാണിത്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത സോയ ചങ്ക് ഞാൻ ഈ മസാലയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റായി വന്നാൽ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട, 1 കപ്പ് പാല്, 1 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടിച്ചെടുത്ത ബാറ്ററിൻ്റെ ഒരു പകുതി ഭാഗം അതിലൊഴിച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഡയറക്റ്റ് ഫ്ലെയിമിലല്ല, അടിയിലൊരു തട്ടിട്ട് അതിന് മുകളിലാണ് ഈ വേവിക്കുന്ന പാത്രം വെച്ചിട്ടിരിക്കുന്നത്. പഴയ ഫ്രൈ പാനോ ഒരു മൂടിയോ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ഒരു തട്ടിട്ട് അതിന് മേലെയാണ് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായി ഒന്ന് കുക്കായി തൊട്ട് നോക്കുമ്പോൾ ഭാഗമൊക്കെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് മുകളിലായി നമ്മളുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. സെൻട്രലായി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, വല്ലാതെ സൈഡിലോട്ട് നീങ്ങി പോവാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു മുട്ട പുഴുങ്ങി അതൊന്ന് സ്ലൈസ് ചെയ്തിട്ടും ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച വൈറ്റ് സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വൈറ്റ് സോസ് ഒഴിച്ചതിന് മുകളിലായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഇതൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്കൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ മുകൾ ഭാഗമൊക്കെ നന്നായി കുക്കായി നമ്മുടെ സോയാപ്പോള അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു സോയാപ്പോളയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.